കഴിഞ്ഞ ദിവസം ഒരു പ്രായമുള്ള താടിയും തലമുടിയൊക്കെ നരച്ച ഒരു നല്ല സൗമ്യതയുള്ള ഈമാനിൻ്റെ ഒക്കെ ഒരു പ്രഭ മുഖത്ത് ഇങ്ങനെ കാണുന്ന രൂപത്തിൽ ഒരാളോട് വരികയുണ്ടായി. അവർ വളരെ വിഷമത്തോടു കൂടെയാണ് വരുന്നത്. പക്ഷേ സൗമ്യമായ പെരുമാറ്റം, ആരെയും ആകർഷിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റം. അദ്ദേഹം ഒന്ന് സംസാരിക്കുന്നത്, ഉസ്താദ് ജീവിതം മടുത്തുപോയി, എനിക്കിങ്ങനെ എപ്പോഴും മരിച്ചാലോ എന്നിങ്ങനെ തോന്നിപ്പോവാണ്, ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് തോന്നിപ്പോവാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് പരിഹരിക്കാം, എന്താ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ പറയുക, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇങ്ങനെ പറയുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും കേട്ടാൽ വല്ലാതെ അങ്ങ് വിഷമിച്ചു പോകും. ആ ഒരു അനുഭവം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം കേട്ടുപോയാൽ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു പക്ഷേ മാതാപിതാക്കളാകുന്ന പലരും ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. തീർച്ചയാണ് അങ്ങനൊരു കാലമാണിത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എങ്ങനെയാണ് അദ്ദേഹത്തിനെ പറഞ്ഞു സമാധാനിപ്പിക്കേണ്ടത് എന്ന് എനിക്ക് മനസ്സിലായില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ മാനസിക നില തെറ്റുമ്പോൾ ഞാനൊന്ന് ഉസ്താദിന് കോൾ ചെയ്യും, പക്ഷേ കിട്ടാറില്ല. ഉസ്താദിൻ്റെ നമ്പറൊന്ന് സേവ് ചെയ്ത് വെക്കണം, ഞാൻ ഫോൺ അടിക്കുമ്പോൾ ഉസ്താദ് എടുക്കണം, ഞാനങ്ങ് ദൂരെ നിന്നാണ് വരുന്നത്, എനിക്കിങ്ങോട്ടേക്ക് എത്താൻ 8 മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വല്ലാതെ വിഷമങ്ങൾ പറഞ്ഞു. നമ്മൾ ചില ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പിടിച്ചു നിർത്തുന്ന ചില ആത്മീയമായ വഴികൾ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു നിലയ്ക്കും നമ്മൾ മാനസികമായിട്ട് തളരൂല എന്നുള്ളതാണ്. ഇത്തരം വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയേ മതിയാകും. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ കൃത്യമായി ഇത് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിലേതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ, ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ നമ്മൾ സ്റ്റോറി ഇടാറുണ്ട്, സ്റ്റാറ്റസ് വെക്കാറുണ്ട്. അവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഏതെല്ലാം ആഴ്ചകളിലാണ് ഉള്ളത്, എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ അവിടെ അറിയിക്കാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കണ്ടാലിങ്ങനെ ഒരു നല്ലൊരു പാവം തോന്നിപ്പിക്കുന്ന രൂപത്തിൽ, എന്നാൽ വേഷഭൂഷാദികളൊക്കെ കാണുമ്പോൾ നല്ല ഇസ്ലാമിക ഷിയാറിൽ, ചിട്ടയിൽ, നല്ല താടിയൊക്കെ വെട്ടിയൊതുക്കി നല്ല രൂപത്തിൽ, ഒരിക്കലും മരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരാളെപ്പോലെ നമുക്ക് തോന്നുന്നു പോലുമില്ല. നമ്മൾ അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ കൃത്യമായി ചോദിച്ചറിഞ്ഞപ്പോൾ ഭാര്യ മരണപ്പെട്ടിരിക്കുന്നു. ഭാര്യ മരണപ്പെട്ടിട്ട് കുറേ കാലങ്ങളായി മരണപ്പെട്ടിട്ട്. അങ്ങനെ ഭാര്യ മരണപ്പെട്ടതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ചില പ്രശ്നങ്ങളാണ്. അപ്പോൾ നോക്കുമ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ കൈവശം ഇപ്പോൾ ഉണ്ട്. അതേപോലെ തന്നെ നല്ല പേരും പെരുമയും ഉണ്ട്. നാട്ടിൽ അറിയപ്പെട്ട ഒരു സ്ഥാനം, ഒരു ഉന്നതമായ സ്ഥാനം നിർവഹിക്കുന്ന ഒരാളാണ്. നമുക്ക് ഇങ്ങനെ പറയുമ്പോഴൊന്നും നമ്മൾ അവരുടെ ഡീറ്റെയിലോ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താതെയാണ് പറയുക. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളാണ്, നല്ല പെരുമയും സ്ഥാനമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടപ്പോൾ, ഡീറ്റെയിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് അള്ളാഹു ഇങ്ങനെ സമ്പത്ത് നൽകി, ഇങ്ങനൊരു സ്ഥാനവും നിങ്ങൾക്കുണ്ട്, കണ്ടാൽ കുഴപ്പവും തോന്നുന്നില്ല, പിന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ പേരും പെരുമയൊക്കെ മതിയോ? ജീവിതത്തിൽ ക്യാഷ് കൊടുത്താൽ ഈ സ്ഥാനം കൊണ്ടൊന്നും കിട്ടാത്ത ഒന്നുണ്ട്, സമാധാനമാണ്. അതെനിക്ക് നഷ്ടപ്പെട്ടിട്ട് കുറേ കാലമായി. ഞാൻ ഒന്ന് സുഖമായിട്ടൊരു 3 മണിക്കൂർ ഉറങ്ങിയിട്ട് വർഷങ്ങളായി ഉസ്താദേ. എൻ്റെ ജീവിതം അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കെന്ത് സമാധാനക്കേട്? നിങ്ങൾ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ലല്ലോ സമാധാനക്കേടിന്. അപ്പോഴാണ് പറഞ്ഞത്, എൻ്റെ മൂത്ത മകനെ ഞാൻ നന്നായി പഠിപ്പിച്ചു. എനിക്കുള്ള ഭൂമി ഉണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടൊരു ഭൂമി. ആ ഇഷ്ടപ്പെട്ട ഭൂമി വിറ്റാണ് ഞാൻ അവനെ പഠിപ്പിച്ചത്. കൊണ്ടാക്കുന്ന സമയത്തൊക്കെ എൻ്റെ അടുത്തു നിന്ന് അവന് പിരിഞ്ഞു പോകാൻ വിഷമിച്ച് കരഞ്ഞിട്ടാണ് അവൻ പിരിഞ്ഞു പോയത്. ഞങ്ങളൊക്കെ പിരിഞ്ഞു പോകുന്ന വിഷമത്തിൽ അങ്ങനെ പഠിപ്പിച്ചു. അവനെ ഒരു എൻജിനീയറാക്കി മാറ്റി. മാഷാ അല്ലാ.
എൻജിനീയറാക്കി മാറ്റിയിട്ട് എൻ്റെ സ്വത്തൊക്കെ വിറ്റിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ മോനുണ്ട്, അവനെ ഞാൻ നന്നായി പഠിപ്പിച്ച് അവനെ ഡോക്ടറാക്കി മാറ്റുകയും ചെയ്തു. പിന്നെ 3 പെൺമക്കളാണുള്ളത്. ആ 3 പെൺമക്കളെയും സാമാന്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ തന്നെയാണ് ഇണയായി കൊണ്ടുപോയത്. അവരൊക്കെ സന്തോഷത്തിലാണ്, അവരൊക്കെ നല്ല കുടുംബത്തിലേക്കാണ് പോയിട്ടുള്ളത്. മൂത്ത മോനെ ഞാൻ എൻജിനീയറാക്കി, രണ്ടാമത്തെ മോനെ ഞാൻ ഡോക്ടറാക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അവരാരും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. അവരുടെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷമാണ് കൂടുതലായിട്ട് ഇങ്ങനൊരു വിഷയം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരാവശ്യങ്ങൾക്കും അവർ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രൂപത്തിൽ അവർ തിരിഞ്ഞു നോക്കുകയോ മറ്റൊന്നും അവർ ചെയ്യുന്നില്ല. ഇപ്പോൾ അവർ എന്നെ വല്ലാതെ വേദനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അവരൊക്കെ പറയുന്നത് ഞാൻ ഈ താമസിക്കുന്ന ഈ വീട് അതവരുടെ പേരിലേക്ക് ആക്കി കൊടുക്കണമെന്നാണ് പറയുന്നത്. ഞാൻ എന്തു തെറ്റ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ കരയാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ നമ്മളിങ്ങനെ അദ്ദേഹം കടന്നുപോയ അവസ്ഥകളൊക്കെ ഒന്നും കൂടെ ഡീറ്റെയിൽഡായി ചോദിച്ചപ്പോൾ അദ്ദേഹം ചെയ്തു കൊടുത്ത, മോൻ ഇന്നത് വേണമെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിച്ചു കൊടുത്ത ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ വിഷമത്തോടു കൂടെ പറയുകയുണ്ടായി. ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയ ഒരുപാട് ആളുകളുണ്ടാകും. മക്കളെ നന്നായി വളർത്തി പോറ്റി വളർത്തി അവസാനം മക്കളിൽ നിന്നും കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടാതെ ഇരിക്കുന്ന ആളുകൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊന്നും ഈ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുകയോ പ്രയാസപ്പെടുകയോ ബുദ്ധിമുട്ടുകയോ ഒന്നും ചെയ്യരുത്. മക്കൾ നമ്മെ അനുസരിച്ചാൽ, മാതാപിതാക്കളാകുന്ന നമ്മെ മക്കൾ അനുസരിച്ചാൽ അവർക്കതിനുള്ള പ്രതിഫലം ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അവർ അനുസരിക്കുന്നില്ല, നമ്മെ ധിക്കരിക്കുന്നു, നാം പറഞ്ഞത് കേൾക്കുന്നില്ല, നമ്മുടെ ആവശ്യങ്ങൾക്ക് ലഭിക്കുന്നില്ല, നമുക്ക് സാമ്പത്തികമായി സഹായിക്കുന്നില്ല, ഇങ്ങനെയുള്ള രൂപമാണ് നമ്മുടെ മക്കൾക്ക് എങ്കിൽ നമ്മുടെ മനസ്സിൽ തീർച്ചയായും ഒരു വിഷമവും പ്രയാസവും ഉണ്ടാകും. അത് നാം ക്ഷമിക്കുകയും അവർക്ക് മാപ്പ് നൽകുകയും ചെയ്താൽ നാം രക്ഷപ്പെടും. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. നമ്മളെ അനുസരിക്കുന്നില്ലെങ്കിൽ, നമ്മെ അനുസരിച്ചാൽ അവർക്ക് പ്രതിഫലം ലഭിക്കും. നമ്മൾ പറഞ്ഞതനുസരിക്കുന്നില്ല, ധിക്കരിച്ച് നടക്കുന്നു, എന്നാൽ നമ്മൾ അവർക്ക് ക്ഷമിക്കുകയും മാപ്പ് ചെയ്യുകയും ചെയ്താൽ അവർക്കതിൻ്റെ പ്രതിഫലവും ലഭിക്കും. മഹാനരായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിണറ്റിൽ തള്ളിയ സന്ദർഭത്തിൽ മക്കൾ വന്നിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് ചെന്നായ പിടിച്ചു എന്ന് കള്ളം പറഞ്ഞു. ആ സങ്കടം ഞാൻ അള്ളാഹുവിൽ ബോധിപ്പിക്കുന്നു എന്നല്ലേ മഹാനരായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു പശു അതിൻ്റെ കുഞ്ഞിന് പാല് നൽകുന്നത്, ആ കുഞ്ഞ് വലുതായി കഴിഞ്ഞാൽ അതിന് ഒരു കെട്ട് പുല്ല് തരും എന്ന പ്രതീക്ഷയിലാണോ നൽകുന്നത്? അല്ല, അങ്ങനെയല്ല നൽകുന്നത്. ആ രൂപത്തിലാണ് നാം എല്ലാ കാര്യങ്ങളെയും സമീപിക്കേണ്ടത്. ഒരു കോഴി അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത്, അത് വലുതായി കഴിഞ്ഞാൽ ആ തള്ളക്കോഴിക്ക് തീറ്റ കൊടുക്കുമെന്ന ഉദ്ദേശത്തിലാണോ? ഈ ലോകത്തുള്ള മറ്റേത് ജീവികളെപ്പോലെയും അവയുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം തേടിപ്പോകുന്നതും ഭക്ഷണം നൽകുന്നതുമെല്ലാം എന്തെങ്കിലും തിരിച്ചു പ്രതീക്ഷിച്ചിട്ടാണോ? ആ ഒരു പ്രതീക്ഷ മാതാപിതാക്കളാകുന്ന നമുക്കും അത്തരം വിഷയങ്ങളുമായി ഇടപെടുമ്പോൾ നമുക്ക് ആ പ്രതീക്ഷയില്ല. പക്ഷെ തിരിച്ച് കിട്ടാതെയാകുമ്പോൾ നമ്മൾ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് തവക്കുലായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നല്ല പ്രതീക്ഷയോടുകൂടെ വളർത്തുക. നമ്മൾ വളർത്തിയാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇതൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഇതിൽ ഇങ്ങനെ നമുക്ക് കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടാതിരിക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ആർക്കും എന്നോടൊരു സ്നേഹവുമില്ല, പൊതുവിൽ എല്ലാവരുടെ മനസ്സിൽ വരും. ആരെയും സ്നേഹിച്ചിട്ടൊരു കാര്യവുമില്ല. മക്കളെ എത്ര സ്നേഹിച്ച് വളർത്തിയാലും അവർക്ക് നമ്മെ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് തോന്നിപ്പോകും. ആർക്കും ഒരാത്മാർത്ഥമായ സ്നേഹമില്ല എന്നും തോന്നിപ്പോകും. ഈ 4 കാര്യങ്ങൾ പൊതുവെ തോന്നിപ്പോകുന്നതാണ്. ആർക്കും എന്നോടൊരു സ്നേഹമില്ല, ഞാൻ ആരെയും സ്നേഹിച്ചിട്ട് കാര്യമില്ല, ഞാൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും എനിക്ക് തിരിച്ച് ഇങ്ങനെയാണോ കിട്ടുന്നത്, ഇത്രയൊക്കെ പോറ്റി വളർത്തിയിട്ടും ഒരാൾക്കൊരു ആത്മാർത്ഥമായ സ്നേഹമില്ല എന്നിങ്ങനെ തോന്നിപ്പോകും. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിശുദ്ധ ഖുർആനിലെ അതിവിശിഷ്ടമായ വെള്ളിയാഴ്ചകളിൽ നാം പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിൻ്റെ ഒരു ആയത്തുണ്ട്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ
വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. നമ്മളൊക്കെ ഓതുന്നതാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ഈ കാണുന്ന സമ്പത്ത്, വൽ ബനൂൻ ഈ സന്താനങ്ങൾ, സീനത്തുൽ ഹയാത്തി ദുനിയ അത് ഈ ദുനിയാവിലെ ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങൾ മാത്രമാണ്. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. എന്നെന്നും ശേഷിക്കുന്ന നന്മകളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്നതും അവൻ്റെ അടുക്കൽ ഏറ്റവും നല്ല നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ട് നാളെ പാരത്രിക ലോകത്ത് ലഭിക്കുന്നതൊക്കെ എന്നെന്നും നിലനിൽക്കുന്ന നന്മകളാണ്. അതുകൊണ്ട് ഈ ഒരു ആയത്ത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. നമ്മുടെ മക്കൾ, നമ്മുടെ സമ്പത്ത് ഇതെല്ലാം ദുനിയാവിലെ ചില അലങ്കാരങ്ങൾ മാത്രമാണെന്നുള്ളത് നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത്, അവർ നമ്മെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന പ്രകടനങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മെ സ്നേഹിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നത്. ചിലപ്പോൾ അവർക്ക് നമ്മോട് സ്നേഹമുണ്ടായേക്കാം, അത് പ്രകടിപ്പിക്കുന്ന രൂപത്തിലുള്ള എല്ലാവരും വ്യത്യസ്തങ്ങളായ രൂപത്തിലായിരിക്കും. ചിലർ എല്ലാം പ്രകടിപ്പിക്കുന്നവരായിരിക്കും. പക്ഷെ പ്രകടിപ്പിക്കുന്നവർക്ക് കൃത്യമായിട്ട് സ്നേഹം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഇല്ലയെന്നുമല്ല, ഉണ്ടാവൽ നിർബന്ധമില്ല എന്നാണ് പറഞ്ഞത്. അവരിങ്ങനെ വെറുതെ അഭിനയിച്ച് പ്രകടിപ്പിക്കുമായിരിക്കും. ചിലർ ഈ സ്നേഹം എന്നുള്ളത് പ്രകടിപ്പിക്കുന്ന ആളുകളായിരിക്കില്ല. ഇതൊക്കെ നിങ്ങളുടെ മക്കളിൽ ഈ കൂട്ടത്തിലുള്ളവരൊക്കെ ഉണ്ടാകും. ചിലർ സ്നേഹം പ്രകടനം അവരുടെ അടുത്ത് നിന്നുണ്ടാവില്ല. ഇങ്ങനെ എപ്പോഴും ചിരിച്ച് കളിച്ച് വർത്തമാനം പറഞ്ഞൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ നല്ല സ്നേഹം ഉണ്ടാവും. പ്രകടിപ്പിക്കുന്ന ഒരു ശീലവും ഒരു പ്രകൃതിയും ഒരു സ്വഭാവവും അവർക്ക് ഉണ്ടാകില്ല. ഒരു പക്ഷേ നല്ലോണം പ്രകടിപ്പിക്കുന്ന ഇവരെക്കാളും കൂടുതൽ സ്നേഹം തീരെ പ്രകടിപ്പിക്കാത്ത, നമ്മൾ സ്നേഹമില്ല എന്ന് തെറ്റിദ്ധരിച്ചു വെച്ച ആളുകൾക്കായിരിക്കും കൂടുതൽ സ്നേഹം മക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുക. ആ ഒരു പോയിന്റ് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ അവർ നമ്മെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന പ്രകടനം അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രകടനം കിട്ടുന്നില്ല. അതിനർത്ഥം സ്നേഹമില്ല എന്നുള്ളതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ നമ്മെ നന്നായി സ്നേഹിക്കുകയും സ്നേഹപ്രകടനം നടത്തുകയും ചെയ്യേണ്ടുന്ന സന്ദർഭത്തിൽ സ്നേഹപ്രകടനം നടത്തുമ്പോൾ നമ്മുടെ അടുക്കലിൽ നിന്നുള്ള പ്രതികരണം ഒരു പക്ഷേ ആ രൂപത്തിൽ ലഭിക്കാത്തത് കൊണ്ടോ ഇഷ്ടമില്ലാത്ത രൂപത്തിൽ പ്രതികരിച്ചത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം ചിലപ്പോഴൊക്കെ നമുക്കങ്ങനെ ലഭിക്കാത്തത് എന്നുള്ളത്. ആ ഒരു പോയിന്റ് കൂടെ നമ്മൾ ആ കൂട്ടത്തിൽ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഞാൻ സ്നേഹിക്കുന്നവരെല്ലാം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ എന്നോട് സ്നേഹം പ്രകടിപ്പിക്കണം എന്ന് നിർബന്ധം നമുക്കുണ്ടാകരുത്. നമ്മളിപ്പോൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നു, നമ്മൾ അവരോട് പ്രകടിപ്പിക്കുന്ന പെരുമാറ്റ രൂപങ്ങൾ അതേപോലെ മക്കളിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് കിട്ടണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കരുത്. മക്കളുടെ ഭാഗത്തു നിന്ന് സ്നേഹം ഉണ്ടായിരിക്കണം ഒക്കെയാണ്. അത് അതേപോലെ തന്നെ നമ്മളെ കാലഘട്ടം അവരുടെ കാലഘട്ടമൊക്കെ വ്യത്യാസമില്ല, ജനറേഷൻ ഗ്യാപ്പില്ലേ. അപ്പോൾ അവരുടേതായ രൂപത്തിലുള്ള സ്നേഹം അവർ തിരിച്ചു തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇങ്ങോട്ട് ചെയ്യണം എന്ന് നമ്മൾ വാശി പിടിക്കുകയോ നിർബന്ധം പിടിക്കുകയോ ചെയ്യരുത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണ്. ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഓക്കെ. മറ്റൊന്ന്, എല്ലാവർക്കും എല്ലാ സമയത്തും സ്നേഹപ്രകടനം നടത്താൻ സാധിച്ചെന്ന് വരില്ല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഒരു പക്ഷേ അവരെ അലട്ടുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, അവരനുഭവിക്കുന്ന ചില പ്രതിസന്ധികൾ ഉണ്ടായേക്കാം, അവർ ഇപ്പോൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് ആ രൂപത്തിലുള്ള സ്നേഹപ്രകടനം ഒരുപക്ഷെ ലഭിച്ചോളണം എന്നില്ല. അപ്പോൾ അത്തരം സാഹചര്യമായതുകൊണ്ടാണ് ആ പ്രകടനം ലഭിക്കാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആരൊക്കെ എന്തൊക്കെയോ പ്രതിസന്ധികളിലൂടെയല്ലേ കടന്നു പോകുന്നത്. അപ്പോൾ അത്തരം വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കാം. പിന്നെ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ആരും എന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമോ അവരോട് പരാതിയോ ഇല്ല എന്ന് നമ്മൾ മനസ്സിൽ ഉറച്ച് വെക്കാം. ഞാൻ അള്ളാഹുവിൻ്റെ പേരിൽ ഒരാൾ സ്നേഹിച്ചാൽ അള്ളാഹു എനിക്കതിൻ്റെ പ്രതിഫലം നൽകും എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മക്കൾ തീരെ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിലും, മക്കൾ തീരെ പ്രതികരിക്കുന്നില്ലെങ്കിലും, മക്കൾ തീരെ അനുസരിക്കുന്നില്ലെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കേണ്ട സ്നേഹം നമുക്ക് കഴിയാവുന്ന അത്രയും കൊടുക്കുക തന്നെ ചെയ്യാം. അതിന് പ്രതിഫലം അള്ളാഹു തന്നോളും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരു മോളെ വളർത്തി പോറ്റി കല്യാണം കഴിച്ച ഒരാളെ ഏൽപ്പിച്ചു കൊടുത്താലുള്ള പ്രതിഫലം 3 ആളുകളെ ഏൽപ്പിച്ചു കൊടുത്താലുള്ള പ്രതിഫലം. അപ്പോൾ 2 ആളുകളെ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ എന്താ പറഞ്ഞത്?
നമുക്ക് ആ ഹദീസൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ അവരെ നന്നായിട്ട് സ്നേഹിക്കുക. ശത്രുക്കളോട് പോലും മിത്രങ്ങളെന്ന രൂപത്തിൽ പെരുമാറാനാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. നമുക്കൊക്കെ അറിയാം, മഹാനരായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ കൻആൻ എന്ന് പറയുന്ന മകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ധിക്കാരം കാണിച്ചു അല്ലേ. കപ്പലിൽ കയറാതിരുന്ന സമയത്ത് തൻ്റെ മകനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പൊന്നുമോനെ വിളിക്കുന്നുണ്ട്, പൊന്നുമോനെ എന്ന് പറഞ്ഞിട്ട്, ഈ കപ്പലിൽ കയറൂ എന്ന് പറഞ്ഞിട്ട്. വളരെ വാത്സല്യം നിറഞ്ഞ വിളിയായിരുന്നു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും. പക്ഷേ ദേഷ്യത്തോടുകൂടെ പെരുമാറേണ്ട സമയത്തും സ്നേഹത്തോടു കൂടെയാണല്ലോ വിളിയുണ്ടായിരുന്നത്. അങ്ങനെ വിളിച്ചപ്പോഴും അള്ളാഹുവിനോട് ആവലാതി പറഞ്ഞപ്പോഴും വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി വിശദീകരിക്കുന്നില്ലേ? നൂഹ് നബിയുടെ മകൻ എന്താ പറഞ്ഞത്? സ ആവി ഇലാ ജബലിൻ യഅ്സിമുനി മിനൽ മാ ഔ കമാ ഖാൽ. സ ആവി ഇലാ ജബലിൻ യഅ്സിമുനി മിനൽ മാ. ദേ ആ കാണുന്ന പർവ്വതത്തിന് മുകളിൽ, മലക്ക് മുകളിൽ ഞാൻ അഭയം പ്രാപിച്ചു കൊള്ളാം, ഞാൻ അങ്ങോട്ടില്ല എന്നല്ല പറഞ്ഞത്. അത്തരം സന്ദർഭങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഒരു പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്, ഒരു നബിക്ക് ഇങ്ങനെ സംഭവിച്ചില്ലേ? അപ്പോൾ നമുക്കൊക്കെ സംഭവിച്ചൂടെ? ഇതൊരു പരീക്ഷണമാണ്, ഇത് ദുനിയാവാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ദുനിയാവിൽ അലങ്കാരങ്ങൾ മാത്രമാണ്. അപ്പോൾ ആ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകും. എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, നിൻ്റെ അഹ്ലു പോലുമല്ല എന്നാണ് പറഞ്ഞത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്. നിങ്ങളുടെ അഹ്ലു പോലുമല്ല. അങ്ങനെ ധിക്കരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഇസ്ലാമിൻ്റെ പാഠം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നന്നായിട്ട് സ്നേഹിക്കുക, നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കുക. ഇതൊക്കെ കേൾക്കുമ്പോഴും മക്കളെന്താ വിചാരിക്കേണ്ടത്? എന്നെ 10 മാസം ഗർഭം ചുമന്ന് പോറ്റി വളർത്തിയ ഉമ്മ, ചോര നീരാക്കി പോറ്റി വളർത്തിയ പിതാവ്, അവരോടൊക്കെ എപ്പോഴും കടപ്പെട്ടവരാണ്. അവർക്കിഷ്ടമില്ലാത്തതൊന്നും നമ്മുടെ നാക്കിൽ നിന്നോ നമ്മുടെ വാക്കിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതും, അവരെ വേദനിപ്പിക്കുന്നതും ബുദ്ധിമുട്ടിക്കുന്നതും ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കാരണമാകുന്നതുമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ചെയ്യുന്ന എല്ലാ അമലുകളെയും കുല്ലു ദുനൂബി യുഅഖിറുല്ലാഹു തആല മാഷാ ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന എല്ലാ ദോഷങ്ങളെയും അല്ലാഹു ഉദ്ദേശിച്ചതുപോലെ ഖിയാമ നാൾ വരെ പരലോകത്തേക്ക് നീട്ടിവെക്കും. ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനപ്പെടുത്തിയതും ബുദ്ധിമുട്ടിച്ചതൊക്കെ ഒഴികെയുള്ള എല്ലാ വിഷയങ്ങളും അത് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവർക്ക് അനുഭവേദ്യമാകുന്ന രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ വരിക എന്ന്? ഖുർആൻ എടുത്തു പറഞ്ഞതല്ലേ. അവരോട് ഛേ എന്ന വാക്ക് പോലും, വലാ തഖുല്ലഹുമ ഉഫിൻ, ഉഫ്, ഛേ എന്ന വാക്ക് പോലും നിങ്ങൾ പറയരുത് എന്നുള്ള അത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ്. ചില മഹാന്മാരൊക്കെ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച ഭാഗങ്ങളിലൊക്കെ എഴുതി വച്ചു, ബുദ്ധിമുട്ടാക്കുക എന്നുള്ളതിൻ്റെ പരിധിയിൽ എന്തൊക്കെ പെടുന്നുള്ളത്. അവിടെ കാണാം, ഒരാൾ അവരുടെ മാതാപിതാക്കൾ മക്കളോട് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ മകൻ തിരിച്ചു പറയുമോ എന്ന ഭീതിയിൽ ശബ്ദം താഴ്ത്തിയിട്ടാണ് ഉമ്മയും ഉപ്പയും നമ്മോട് സംസാരിക്കുന്നത് എങ്കിൽ, ആ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നത് നിങ്ങൾ കാരണമായിട്ടാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചതിൻ്റെ പരിധിയിൽപ്പെടും. മഹാന്മാർ വിശദീകരിച്ച് ബിത്തലീനിൽ കലാം. ഞാൻ എൻ്റെ ഫുള്ളായിട്ടുള്ള വാചകങ്ങൾ ഓർക്കുന്നില്ല. ശബ്ദം നേർമപ്പെടുത്തി മൃദുവായിട്ട് സംസാരിക്കുന്നു. നിങ്ങൾ തിരിച്ച് പ്രതികരിക്കുമോ എന്ന് ഭയന്നവർ നമ്മളോട് അങ്ങനെ സംസാരിക്കുന്നു. അവർ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ആ രൂപത്തിലാണ് അവർ നമ്മോട് സംസാരിക്കുന്നത്. നമ്മൾ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ അവരൊരു പേടിയോടുകൂടെ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും അവരെ ബുദ്ധിമുട്ടിച്ചതിൻ്റെ പരിധിയിൽപ്പെട്ട് നമ്മൾ ഈ ശിക്ഷകളൊക്കെ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഇതിൻ്റെ ഉമ്മയും ഉപ്പയും ഉൾപ്പെടെ ഹയാത്തിലുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. കേൾക്കുന്നവരുടെ ഒരുപാട് ഉപ്പമാർ ജീവിച്ചിരിക്കുന്നുണ്ട്. അള്ളാഹു ആഫിയത്തിന് കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബർ അള്ളാഹു സ്വർഗ്ഗാക്കട്ടെ ഇൻഷാ അള്ളാഹ്. ഇത്തരം സന്ദർഭങ്ങളിലൂടെയൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു പ്രായമുള്ള ഒരാൾ
അത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്ന എത്രയോ ആളുകളുണ്ടാകും. അള്ളാഹു അതിലൊക്കെ നമുക്ക് വലിയ സന്തോഷവും സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്.